ശനി അതെന്റെ അച്ഛന്റെ കുഴപ്പമാണ്. താൻ വലിയ ക്രോസ് സ്ഥലം നടത്തണ്ട. മര്യാദന്റെ ഭാര്യ കൊച്ചിനും പോയി താൻ ആരോടാണ് ഉടക്കാതിരിക്കണ്ട. ഡാഡി പറഞ്ഞത് ശരിയാണ്. കണ്ടാൽ അറിയാൻ ചെറ്റയാണെന്ന്. അതല്ല നിന്നെ വിളിക്കാം. അവളെ വിളിച്ച് അവള് വരട്ടെ. ഇറങ്ങി വാടി. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, ഞാൻ ആരാണ് അറിയില്ലേ? സൂക്ഷിച്ചു നോക്കും. കോട്ടയം സെന്റ് മേരീസ് പള്ളി 1990 ജനുവരി 9 മാതാവിന്റെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാഭത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? നിന്റെ ചാന്ദിനും കൂട്ടിനും ക്യൂട്ടക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വീട് വിട്ടറിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതികരിച്ച് ആ പൂമപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാൻ അറിയാം എനിക്ക് മാത്രമാണ്. നമ്മുടെ കുഞ്ഞ് ഒന്ന് കാണാനായിട്ട് ഓടി വന്നു. അതിശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ജാതി മതി ലാഭമായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? ഇത്ര നീതിയാവുന്നു നീ. നിങ്ങൾ കല്യാണം കഴിച്ചത് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മതി മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇതെന്തോ ഇത് ഞാൻ അടുക്കള ഹിഡിലാണ് വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതോ? ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. തീരെ കെട്ടിയിട്ടില്ല. നോക്കിയാൽ മതി. അയ്യപ്പ സാമി അയ്യപ്പ സാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ജീവിതം മറക്കാൻ പറ്റുമോ? ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായി ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. നീ സുഖമായി ജീവിക്കൂ. പക്ഷെ എന്റെ കുഞ്ഞു, എന്റെ സ്വന്തം ചേന അല്ല, സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ് എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണ്. ഇമോഷണലായി സംസാരിക്കുന്നത് തമാശ പറയുന്നത്. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കും. അതല്ല, പക്ഷെ നാളെ ആലോചിക്കും. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വന്ന തത്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛനെ ഇങ്ങനെ ഗതിയത് വരുത്തരുത്. ഗുരുവായൂർ അതേത് കർത്താവാണ്? അണ്ണാൻ കുറിച്ച് വാണ്ട് വേറെ വിളിപ്പിക്കരുത്. അപ്പൊ പേര് വന്ന പെണ്ണിന് തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി തന്നെ ഞാൻ വിളിക്കുന്നത്. എന്റെ കുട്ടി എനിക്ക് ഗൗരവമുള്ള പേര് വെച്ചോളൂ. എന്താ കൊള്ളില്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്കാണെങ്കിൽ മുത്തൊന്ന് പേരോടാ. ഇതൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീരാമൻ നായർ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ രൂപയുള്ള തന്തയ്ക്കുന്നുള്ളെങ്കിൽ എനിക്കല്ലെന്ന്. എനിക്കറിയാം. എന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നല്ലേ. മനുഷ്യവിടെ നീ അറിയാറില്ലേ? കുഞ്ഞിന്റെ പേരെപ്പം എനിക്ക് അറിയില്ല. എന്താണ് പിള്ളേർ ആവശ്യമില്ലാത്ത സാധനം സ്ഥലത്തുണ്ട്. ഇവന്റെ വായിക്കാത്ത ചോദിച്ചാലേ ശരിയാവും. പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് ടെസ്റ്റ് ഓടിക്ക് വരാൻ പറ. ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കും. ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറ. കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ പേര് കുഞ്ഞിനെ കാണാൻ നിനക്ക് പറയണം. കുഞ്ഞിന്റെ പേര് മല മല മല. കുഞ്ഞിന്റെ പേര് മല. മലേ പോലീസിനെ വിളി. മലയല്ല, കുന്ന് കുന്ന്. എന്റെ അമ്മയുടെ 16 നടന്നില്ലേ ആ കുന്ന് കഴിഞ്ഞു. മല കഴിഞ്ഞു. അത്രയും വായന വിളിക്കണേ. പറഞ്ഞപ്പോ മുഴുവൻ പറയണോ? എന്തുകൊണ്ട് ആര് വേണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ നന്നായിട്ട് നീ അല്ലേ പറയുന്നത്. അപ്പൊ കൊച്ചിന്റെ പേര്